ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര തങ്കത്തെരുവിധി കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്നെന്നുള്ളം തങ്കത്തെരുവിധി കണ്ടാനന്ദിപ്പാൻ കൊതിക്കുന്നെന്നുള്ളം മുമ്മൂന്ന് ഗോപുരം ദിക്കുനാലിങ്കലും മധ്യത്തിൽ മന്ദിരം സർവരത്നങ്ങളാൽ മുമ്മൂന്ന് ഗോപുരം ദിക്കുനാലിങ്കലും മധ്യത്തിൽ മന്ദിരം സർവരത്നങ്ങളാൽ ദീർഘയുഗായുഗങ്ങളാൽ വാണിടാം പ്രിയനുമായതിൽ ദീർഘയുഗായുഗങ്ങളാൽ വാണിടാം പ്രിയനുമായതിൽ പ്രതിമയെ ധരിച്ചു ആനന്ദ കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ മഹത്വ രാജരാജ പ്രതിമയെ ധരിച്ചു ആനന്ദ കോടിയുഗങ്ങളിൽ ആനന്ദം പാടി വാഴ്ത്തുവാൻ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ വന്നെന്നെ കൊണ്ടുപോകുവാനച്ചാരം തന്ന പ്രിയൻ വന്നിടുമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വിശ്വാസത്താൽ മരണഭയം മാറിപ്പോകുന്നു. വിശ്വാസത്താൽ മരണഭയം മാറിപ്പോകുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 13-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്നത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പഴയ നിയമകാലത്തെ വിശുദ്ധന്മാരെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞതിന് ശേഷമാണ് ഈ വാക്യം നാം വായിക്കുന്നത്. നമുക്കറിയാം നോഹയുടെ സമർപ്പണമാണ് ആ ജലപ്രളയത്തിൻ്റെ കാലത്ത് മനുഷ്യവംശത്തിൻ്റെ നിലനിൽപ്പിന് കാരണമായ ആ പെട്ടകം പണിയുവാനും അതിനകത്ത് മനുഷ്യനും മൃഗങ്ങളുമെല്ലാം രക്ഷപ്പെടാനിടയായത്. നോഹയെക്കുറിച്ച് നമുക്ക് വേദപുസ്തകം പറയുന്നതും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-9 വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നോഹ നിഷ്കളങ്കനായിരുന്നു എന്ന് എഴുതി വെച്ചത് മുഴുവനും തികഞ്ഞൊരു മനുഷ്യൻ എന്നുള്ള അർത്ഥത്തിലല്ല. ഹാബിച്വൽ ഫെലോഷിപ്പ്. ഇംഗ്ലീഷ് വേദപുസ്തകം വായിച്ചാൽ മനസ്സിലാവും. സാധാരണ നാം എല്ലാം പറയുന്നില്ലേ, ഒരു ഭക്തനായൊരു മനുഷ്യൻ. സാധാരണ എല്ലാവരെയും പോലെ ചീത്തയായി പോകുന്നില്ല, ഒരു വിധത്തിലൊരു ഭക്തനായൊരു മനുഷ്യൻ. അത്രയേ ഉള്ളൂ നോഹയുടെ ദൈവം വിളിക്കുന്ന കാലത്തെ ആരംഭം എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ, ഒരു ഹാബിച്വൽ ഫെലോഷിപ്പ്. അത്രയും മോശമല്ല, പക്ഷേ ആ സമൂഹത്തിൽ അല്പം ഒരു നീതിയുള്ള ഒരു മനുഷ്യൻ. നോഹയുടെ ആത്മീയം നാം നോക്കിയാൽ അത് പടിപടിയായ ഒരു വളർച്ചയായിരുന്നു. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് വളരുകയായിരുന്നു നോഹ. പ്രിയപ്പെട്ടവർ, ഒരു ഹാബിച്വൽ ഫെലോഷിപ്പ്. നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. നമ്മുടെ വിവാഹമൊക്കെ നടക്കുന്ന കാലത്ത് ഒരുപക്ഷെ വലിയ ആത്മീയമൊന്നുമില്ല, പക്ഷേ നമ്മൾ വിവാഹം ആലോചിക്കുന്നത് എങ്ങനെയാണ്? ഒരു വിധത്തിൽ കൊള്ളാം, അതുകൊണ്ട് നമ്മൾ ആലോചിച്ച് നടത്തുന്നു. അതിന് ശേഷമാണ് ചിലപ്പോൾ ഭാര്യ മുഖാന്തരം, അല്ലെങ്കിൽ ഭർത്താവ് മുഖാന്തരം, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ മുഖാന്തരം നാം സത്യദൈവത്തെ അറിയുവാനും നാം വചനത്തെ അറിയുവാനും വചനത്തോട് ചേർന്ന് വരുവാനും എല്ലാം മുഖാന്തരമായി തീരുന്നത്. അങ്ങനെ നോക്കിക്കൊണ്ടായിരുന്നതായ ആ എളിയ സമർപ്പണം ദൈവം
പ്രയോജനപ്പെടുത്തി. മോശയുടെ കാര്യം നമുക്കറിയാം. മോശയുടെ സമർപ്പണമാണ് ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന് ദൈവം പ്രയോജനപ്പെടുത്തിയത്. ആ ഒരു വ്യക്തിയുടെ സമർപ്പണമാണ്. വ്യക്തികളുടെ സമർപ്പണത്തിൻ്റെ പ്രാധാന്യമാണ് ഞാൻ പറഞ്ഞത്. ആ നോഹയുടെ സമർപ്പണത്തെ ദൈവം എത്രമാത്രം പ്രയോജനപ്പെടുത്തി, അതുപോലെ മോശ എന്ന വ്യക്തിയുടെ ആ സമർപ്പണത്തെ ദൈവം പ്രയോജനപ്പെടുത്തുകയാണ്. മോശയുടെ ആ പ്രായത്തിൽ, ആ യൗവന പ്രായത്തിൽ എല്ലാ ചെറുപ്പക്കാരും പഞ്ചേന്ദ്രിയങ്ങളുടെ ആ ഇൻഫ്ലുവൻസിൽ ജീവിതം തിരഞ്ഞെടുക്കേണ്ടവരാണ്. കാണുന്നത്, നോക്കുന്നത്, കേൾക്കുന്നത്, രുചിക്കുന്നത്, തൊട്ടറിയുന്നത്, അങ്ങനെയുള്ളതായ ആ പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അതിന് രസകരമായതെന്ത്, അതിന് സുഖകരമായതെന്ത്, അതിന് ആനന്ദകരമായതെന്ത്, അത് തിരഞ്ഞെടുക്കുന്ന കാലമാണ് യൗവനപ്രായം എന്ന് പറയുന്നത്. മനുഷ്യൻ മുഴുവനും പഞ്ചേന്ദ്രിയങ്ങളുടെ ഇൻഫ്ലുവൻസിൽ ജീവിക്കുന്ന കാലമാണ് അവൻ്റെ യൗവനപ്രായം എന്ന് പറയുന്നത്. പക്ഷേ ആ പ്രായത്തിലും മോശ ആ പഞ്ചേന്ദ്രിയങ്ങളുടെ അനുഭവങ്ങൾ, സുഖങ്ങളുടെ പിറകെ പോകാതെ വിശ്വാസം എന്ന് പറയുന്ന ഒരു ആറാമത്തെ ഇന്ദ്രിയം എന്ന് പറയും, ആ വിശ്വാസത്താലാണ് മോശ തൻ്റെ ജീവിതം തിരഞ്ഞെടുത്തത്. ഏത് വഴി വേണം, എങ്ങനെ ജീവിക്കണമെന്ന് തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് മോശ മിസ്രയീം കൊട്ടാരം വിട്ട് ഓടിയെന്നെല്ലാം നാം എബ്രായ ലേഖനത്തിൽ വായിക്കുന്നു. ദൈവജനത്തോടുകൂടെ കഷ്ടം സഹിക്കുന്നത് തിരഞ്ഞെടുത്തു. ആ ഒരു സമർപ്പണത്തെ ദൈവം പ്രയോജനപ്പെടുത്തി. വ്യക്തികളുടെ സമർപ്പണത്തെ ദൈവം എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു. ഇതെല്ലാം ഇന്നും നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് അന്ന് നോഹയുടെ കാലത്തും മോശയുടെ കാലത്തും മാത്രമല്ല, നമുക്കറിയാം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന കാര്യമാണ്, സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും സമർപ്പണം. തക്ക സമയത്തുള്ളതായ ശരിയായ ഒരു സമർപ്പണം, നിലനിൽക്കുന്ന ഒരു സമർപ്പണം, പതറിപ്പോകാത്തത്, വീണുപോകാത്തത്, പിന്മാറ്റമില്ലാത്തതായ ഒരു സമർപ്പണം ഉണ്ടെങ്കിൽ അത് ദൈവം പ്രയോജനപ്പെടുത്തും. നിങ്ങളുടെ കുടുംബത്തിന് പ്രയോജനപ്പെടും, നിങ്ങളുടെ തലമുറയ്ക്ക് പ്രയോജനപ്പെടും, നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ആ സമർപ്പണം പ്രയോജനപ്പെടും. നമുക്കറിയാം നമ്മുടെ കർത്താവായ യേശു, അവൻ്റെ ക്രൂശ് മരണം, കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണം, അതിൻ്റെ മൂല്യം എത്രയാണ്, അതിൻ്റെ വില എത്രയാണ്, അതുമൂലം മനുഷ്യന് ലഭിച്ചതെന്താണ്? മനുഷ്യർക്ക് ഇന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ കുറേ പള്ളിയും കുറേ പെരുന്നാളും കുറേ കുരിശുപള്ളിയും കുറേ നേർച്ച കാഴ്ചകളും അല്ലാതെ ആ ക്രിസ്ത്യാനിറ്റിയുടെ പിന്നിലുള്ളതായ മൂല്യം എന്താണ്, അതിൻ്റെ പിന്നിൽ ആരാണ്, ഇതറിയാനേ സാധിക്കുന്നില്ല. കാരണം ഇന്ന് ക്രൈസ്തവൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നതെല്ലാം പള്ളിയും അതിൻ്റെ പ്രാധാന്യങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു ക്രിസ്ത്യാനിയുടെ അടിസ്ഥാന കാരണമായ ക്രിസ്തു, യേശു ക്രിസ്തു, അവൻ്റെ ക്രൂശ് മരണം ഇന്ന് ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും പുറകിലുള്ളതായ ഒരു സംഭവം മാത്രമാണ്. അത് ലോകം അറിയുന്നേയില്ല, ക്രിസ്ത്യാനികളും അറിയുന്നില്ല, ഒരപ്പനും മക്കളെ പഠിപ്പിക്കുന്നില്ല. ക്രിസ്ത്യാനികളായ മാതാപിതാക്കന്മാർ സ്വന്തം മക്കളെ പഠിപ്പിക്കുന്നില്ല യേശുക്രിസ്തു എന്തിനാ മരിച്ചതെന്ന്. യേശുക്രിസ്തു മരിച്ചതിൻ്റെ വില എന്താണെന്നോ അവൻ്റെ രക്തത്തിൻ്റെ വില എന്താണെന്നോ ഒരു മാതാപിതാക്കന്മാരും സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കാനുള്ളതായ ഒരു തീഷ്ണത പോലും അവർക്കില്ല. അവർക്ക് അറിയുമില്ല, അവർക്കതിൻ്റെ വിലയും അറിഞ്ഞുകൂടാ. അവർ മക്കളെ പഠിപ്പിക്കുവാനും അത് ഒഴിവാക്കുന്ന സത്യമാണ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു അത്ഭുതം ചെയ്തു. കർത്താവായ യേശു പച്ചവെള്ളം വീഞ്ഞാക്കി, കർത്താവായ യേശു കുരുടൻ്റെ കണ്ണ് തുറന്നു, കർത്താവായ യേശു രോഗിയെ സൗഖ്യമാക്കി, കർത്താവായ യേശു അത്ഭുതങ്ങൾ ചെയ്യുന്നു. ഇതെല്ലാം ഇന്ന് വളരെ ഉച്ചത്തിൽ ഘോഷിക്കപ്പെടുന്നതായ ചില സംഗതികളൊക്കെയാണ്. വലിയ കൺവെൻഷൻ പന്തലിൽ പോലും റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, ഇപ്പോൾ തന്നെ കണ്ണ് തുറക്കട്ടെ, ഇപ്പോൾ തന്നെ വിടുതൽ വരട്ടെ, ഇത്തരത്തിലുള്ളതായ പ്രബോധനങ്ങളും ആഹ്വാനങ്ങളും അല്ലാതെ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തെക്കുറിച്ചോ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വരുന്നതായ ആ മനുഷ്യനുണ്ടാകുന്ന ഭാവിയെക്കുറിച്ചോ പറഞ്ഞു കേൾക്കാൻ പോലും ഇന്നില്ലാത്തതായ ഒരവസ്ഥയാണ് നാം മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്നാൽ ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും മൂന്നാം ദിവസമുള്ളതായ അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമാണ് മനുഷ്യരാശിയുടെ അടിസ്ഥാന കാരണം, അവൻ്റെ പുരോഗതിയുടെ, അവൻ്റെ ഭാവിയുടെ. മനുഷ്യൻ്റെ
പുരോഗതിയുടെയും അവൻ്റെ ഭാവിയുടെയും പ്രിയപ്പെട്ട ഒരു അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് കർത്താവായ യേശുവിൻ്റെ ക്രൂശ് മരണവും 3-ാം ദിവസം ഉണ്ടായതായ അവൻ്റെ പുനരുത്ഥാനവുമാണ്. എബ്രായലേഖനം 2-ാം അധ്യായം 14-15 വാക്യം നമുക്ക് വായിച്ചു നോക്കാം. എബ്രായലേഖനം 2-ാം അധ്യായം 14-15 വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന് അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെയും വിടുവിച്ചു. ദൈവത്തിന് സ്തോത്രം. അവിടെ നാം 2 വാക്കുകൾ പരിചയപ്പെടുന്നുണ്ട്. മരണത്തിൻ്റെ അധികാരം, മരണത്തിൻ്റെ അധികാരം. 2 മരണഭയം. മരണത്തിൻ്റെ അധികാരം, മരണഭയം. ആർക്കാണ് മരണത്തിൻ്റെ അധികാരം? മരണത്തിൻ്റെ അധികാരം ആർക്കാണ്? പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ അധികാരം പിശാചിനായിരുന്നു. അത് ഏദൻ തോട്ടത്തിൽ വെച്ച് തന്നെ അത് പിശാചിൻ്റെ കയ്യിൽ എത്തിച്ചേർന്നതാണ് മരണത്തിൻ്റെ അധികാരം. മരണത്തിൻ്റെ അധികാരം എന്ന ഒറ്റ വാക്കിൽ പറയുമ്പോൾ 2 തരത്തിലുള്ളതായ മരണത്തിൻ്റെ അധികാരമാണ് പിശാചിന് ലഭിച്ചത്. ഒന്ന്, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മരണം, ആത്മാവിൽ മരിച്ചവനാക്കുക. മനുഷ്യനെ ആത്മാവ് മരിച്ച മനുഷ്യനാക്കുക. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നവനാക്കുക. ഇതാണ് പിശാചിന് കിട്ടിയ അധികാരം. ഏദൻ തോട്ടത്തിൽ പിശാചിന് കിട്ടിയ അധികാരം അതായിരുന്നു. പാപം ചെയ്യിച്ച് മനുഷ്യനെ ആത്മാവ് മരിച്ചവനാക്കുക. നമുക്കറിയാം, ആദാം പാപം ചെയ്ത കാലത്ത്, പാപം ചെയ്ത ആ നാളിൽ തന്നെ ആദാം മരിക്കണമെന്നൊന്നും പിശാചിന് യാതൊരു നിർബന്ധവുമില്ല. ആ പ്രായത്തിൽ മരിക്കണമെന്നോ ഉടനെ മരിക്കണമെന്നോ പിശാചിന് യാതൊരു നിർബന്ധവുമില്ല. പാപം ചെയ്തതിന് ശേഷവും ആദാം പിന്നെയും 930 വർഷം ജീവിച്ചിരുന്നു എന്നാണ് നാം വായിക്കുന്നത്. പിശാചിന് ഒരു മരണത്തിലാണ് നിർബന്ധമുള്ളത്. മനുഷ്യൻ പാപത്തിൽ മരിച്ചവനാകണം, പാപത്തിൽ മരിച്ചവനാകണം. ഇതാണ് പിശാചിന് നിർബന്ധമുള്ള വിഷയം. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് പിശാച് തടസ്സമല്ല. അത് പിശാചിന് ഇഷ്ടക്കുറവുള്ളൊരു കാര്യമല്ല. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചോട്ടെ, പിശാച് സമ്മതിക്കും. പിശാച് ആ കാലത്ത് സമ്മതിച്ചു, പ്രിയപ്പെട്ടവരെ. കാരണം ആദാം ജീവിച്ചിരുന്നാലും പിശാചിനോട് ദോഷവുമില്ല. കാരണം ആദാം ദൈവത്തോട് ബന്ധമില്ലാത്തവനാണ്. ദൈവത്തോട് ബന്ധമില്ലാതെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിന് പിശാച് ഒരിക്കലും എതിരല്ല. പിശാച് ഒരിക്കലും എതിരല്ല. ദൈവത്തോട് ബന്ധമില്ലാത്തൊരു മനുഷ്യൻ ഇവിടെ ജീവിച്ചിരിക്കുന്നത് പിശാചിന് ഒരു കാലത്ത് ഒരു ഭീഷണിയല്ല, അവനൊരു പ്രശ്നമല്ല അതിനകത്ത്. പക്ഷേ ആദാം ജീവിച്ചിരുന്നു. ആദാമിന് എന്താണ് സംഭവിച്ചത്? മരണം, ആത്മാവിൻ്റെ മരണം. പ്രിയപ്പെട്ടവരെ, ഏദൻ തോട്ടത്തിൽ ആദാമും ദൈവവും കൂടെ നടക്കുന്നതിനെക്കുറിച്ചെല്ലാം പിതാക്കന്മാർ പാടാറുണ്ടല്ലോ. പിതാക്കന്മാർ ഗീതങ്ങളിൽ പാടാറുണ്ട്. സൃഷ്ടാവും സൃഷ്ടിയായ ദൈവവും കൂടെ സ്നേഹിതന്മാരെ പോലെ ഏദൻ തോട്ടത്തിൽ തരുനിരകൾക്ക് ഇടയിൽ കൂടെ നടന്നുകൊണ്ടിരുന്നു. അത് കണ്ട മാലാഖമാർക്ക് അതൊരു വലിയ ആശ്ചര്യം കൂറുന്ന കാര്യമായിരുന്നു, വലിയ അതിശയ വിഷയമായിരുന്നു. സൃഷ്ടാവും സൃഷ്ടിയായ മനുഷ്യനും കൂടെ ഒരുമിച്ച് ഏദൻ തോട്ടത്തിലൂടെ സഹിത്വത്തിൽ ജീവിക്കുക. ആ സഹിത്വമാണ് പിശാച് നഷ്ടമാക്കിയത്. മനുഷ്യനും ദൈവം തമ്മിലുള്ളതായ ആ സഹിത്വം, ആ ബന്ധമാണ് പിശാച് നഷ്ടമാക്കിയത്. അതിനാണ് മരണമെന്ന് അവിടെ പറയുന്നതായ കാര്യം. ദൈവത്തിന് സ്തോത്രം. പിന്നീടാണ് മനുഷ്യൻ്റെ ശാരീരികമായ മരണം. പിതാക്കന്മാർ ഇങ്ങനെ പാടും. മണ്ണിൻ്റെ ഉയർച്ചയെന്നാണ് ആ ഗീതത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശം. മണ്ണായ മനുഷ്യൻ്റെ ഉയർച്ച. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവട് തുല്യം സൃഷ്ടിയായി മൺമയനുദ്യാനത്തിൽ തരുനിരയിൽ പോയി വന്നിടും അത് കാൺമാനുള്ള ആനന്ദം സൂക്ഷിച്ചും കൊണ്ടേ മേവി കൂറുനിറന്മാർ മണ്ണിനുയർച്ചയിലാശ്ചര്യം എന്നാണ് പിതാക്കന്മാർ പാടി പഠിപ്പിച്ചത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ അങ്ങനെ മാലാഖമാർക്ക് അത്ഭുതം കൂറുമാറി ജീവിച്ച ആദാമും ദൈവമായുള്ള സഹിത്വം നഷ്ടപ്പെട്ടു.
കർത്താവായ യേശുവിൻ്റെ ക്രൂശുമരണം കഴിഞ്ഞപ്പോൾ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുവിൻ്റെ കയ്യിലായി എന്ന് വെളിപാട് പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ പിശാചിൻ്റെ അധികാരം കർത്താവായ യേശു എടുത്തു കളഞ്ഞു. പിന്നീട് നാം വായിക്കുന്നു അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം, മരണഭയം. എന്താണ് മരണഭയം എന്ന് പറയുന്നത്? വാസ്തവത്തിൽ മരണഭയം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഭയമല്ല, മരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഭയമല്ല മരണഭയം എന്ന് പറയുന്നത്. പരദേശമോക്ഷയാത്ര എഴുതിയ ജോൺ മനിയൻ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും എഴുതിയ തൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയും: മനുഷ്യൻ നരകത്തിൽ എത്തിയാൽ നരകത്തിൽ കേൾക്കാനില്ലാത്തതായ ചില വാക്കുകൾ. ഏതൊക്കെ വാക്കുകളാണ് നരകത്തിൽ കേൾക്കാനില്ലാത്ത വാക്കുകൾ? യേശുവേ എന്നുള്ള വാക്ക് അവിടെ ഇല്ല. നരകത്തിൽ യേശുവേ എന്നുള്ള വാക്ക് ആരും പറയില്ല. നരകത്തിൽ യേശുവിൻ്റെ രക്തമെന്ന വാക്ക് അവിടെ പറയില്ല. നരകത്തിൽ ക്ഷമിക്കണമേ എന്നുള്ള വാക്ക് ഒരു കാലത്തുമില്ല. നരകത്തിൽ സ്നേഹമെന്ന വാക്ക് ഒരു കാലത്തും കേൾക്കാനുണ്ടാവില്ല. നരകത്തിലെത്തിയാൽ അനുദപിക്കുക എന്നുള്ള വാക്ക് ഒരു കാലത്തും കേൾക്കാനുണ്ടാവില്ല. നരകത്തിലേക്ക് പോകുന്ന വ്യക്തി അവസാനമായി ദൈവത്തിൽ നിന്ന് കേട്ടതായ വാക്ക്, പിശാചിനു വേണ്ട ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന അഗ്നിനരകത്തിലേക്ക് പോകുവീൻ എന്നുള്ളതായ ഒരു വാക്കാണ് അവൻ ദൈവത്തിൽ നിന്ന് കേൾക്കുന്നതായ അവസാനത്തെ വാക്ക്. പിന്നീട് ദൈവം എന്ന വാക്കോ, യേശു എന്ന വാക്കോ, തിരുരക്തം എന്ന വാക്കോ, ക്ഷമിക്കുക എന്ന വാക്കോ ഒരു മനുഷ്യന് കേൾക്കാൻ പോലും സാധിക്കില്ല. ഈ ഓർമ്മയും ഈ സുബോധവുമാണ് മനുഷ്യൻ്റെ മരണഭയത്തിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നതായ സത്യം. നാം വായിച്ചല്ലോ വേദപുസ്തകത്തിൽ വിശ്വാസത്തിൽ മരിച്ചു എന്ന്. എന്നാൽ അനുഗ്രഹിച്ചുകൊണ്ട് മരിച്ചു, അതും വേദപുസ്തകത്തിലുണ്ട്. മരണസമയത്ത് അനുഗ്രഹിച്ചവരെക്കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഭയത്തോടെ മരിച്ചു എന്ന് വെച്ചാൽ ഏശാവ് മരിച്ചതുപോലെ ഭയത്തോടെയാണ് മരിക്കുന്നത്. ഏശാവ് താൻ ആശിച്ച് നടക്കാതെ ഭയത്തോടെ മരിക്കുന്ന മനുഷ്യനുണ്ട്. വിശ്വാസത്തിൽ മരിക്കുന്നവരുണ്ട്, അനുഗ്രഹിച്ച് മരിക്കുന്നവരുണ്ട്, ഭയത്തോടെ മരിക്കുന്നവരുണ്ടെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മരണഭയമെന്ന് പറയുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം മരണശേഷം കേൾക്കാൻ പറ്റാത്തതായ, ഇന്ന് നമുക്ക് വിലയുണ്ടെന്നോ ഇന്ന് അത്ര വലിയ വിലയൊന്നും ഇല്ലെങ്കിലും യേശുവെന്നും തിരുരക്തമെന്നും സമാധാനമെന്നും ക്ഷമിക്കുന്നുവെന്നും സ്നേഹമെന്നുള്ള വാക്കൊക്കെ ഇന്ന് വലിയ വിലയൊന്നും മനുഷ്യൻ കൊടുക്കുന്നില്ലെങ്കിലും ആ വാക്കിൻ്റെ പിന്നിലെല്ലാം മനുഷ്യൻ്റെ സന്തോഷം അടങ്ങിയിരിക്കുന്നു. ഭയം മാറിപ്പോകുന്നു. ഈ വാക്കൊന്നും കേൾക്കാത്ത ഒരു ലോകത്തെത്തിച്ചേരുക, അതാണ് മരണശേഷം അഗ്നിനരകത്തിലെത്തുക എന്ന് പറയുന്നത്. എന്നാൽ അബ്രഹാം വിശ്വാസത്തിൽ മരിച്ചു. നമുക്കറിയാം, ഗോത്രപിതാക്കന്മാരിൽ ആദ്യം നാം വായിക്കുന്നതാണ് അബ്രഹാമിനെ കുറിച്ച്. അബ്രഹാം 25-ാമത്തെ വയസ്സിലാണ് അബ്രഹാമിൻ്റെ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത്. 75 വയസ്സ് വരെ അബ്രഹാം സാധാരണ മനുഷ്യൻ. 75-ാമത്തെ വയസ്സിലാണ് ദൈവവിളി കേട്ടു, അവിടെ ആത്മീയ ജീവിതം ആരംഭിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, എന്തൊരു വലിയ സത്യമാണിതെല്ലാം. മനുഷ്യൻ സാധാരണ ജീവിക്കുന്നു, ദൈവവിളി കേൾക്കുന്നത് വരെ ഒരുത്തനും ആത്മീയനല്ല. ചില ആത്മീയ ഭാവങ്ങൾ മാത്രം. നോഹ ഒരു നല്ല സ്വഭാവമുള്ള മനുഷ്യൻ, ഏറ്റവും കൂടുതൽ അത്രയേ ഉള്ളൂ, അല്ലാതെ ആത്മീയനല്ല. അബ്രഹാമും 75 വയസ്സ് വരെ ഒരു സാധാരണ മനുഷ്യൻ. അപ്പോഴാണ് ദൈവവിളി കേൾക്കുന്നത്. ദൈവവിളി കേട്ടപ്പോൾ അബ്രഹാമിന് ഒരാഗ്രഹമുണ്ടായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ, എനിക്കൊരു മകനെ വേണം. അബ്രഹാമിന് മക്കളില്ല, ഒരു മകനെ വേണമെന്ന് ദൈവത്തോട് ചോദിച്ചു. ദൈവം പറഞ്ഞു, മകനെ തരാമെന്ന് പറഞ്ഞു. നിൻ്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയാകുമെന്ന് ദൈവം ഉടമ്പടി ചെയ്തു. അബ്രഹാം കാത്തിരിക്കാൻ തുടങ്ങി. ആ മകനെ കിട്ടിയില്ല. ഏതാണ്ട് 85-86 വയസ്സായപ്പോൾ അബ്രഹാമിന് ജഡപ്രകാരം ഒരു മകൻ ജനിച്ചു. എന്നാൽ അതിനുശേഷം അബ്രഹാമിന് മനസ്സിലായി, അങ്ങനെ ജഡപ്രകാരം ജനിച്ച ആ മകനല്ല, ദൈവം തനിക്ക് വാഗ്ദത്തം ചെയ്ത മകൻ അതല്ല എന്ന് അബ്രഹാമിന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, അത് തിരിച്ചറിഞ്ഞതിന് ശേഷം പിന്നീട് അബ്രഹാമിൻ്റെ ജീവിതം എന്ന് പറയുന്നത്
ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിന് അപ്പുറമായിരുന്നു. കാരണം പിന്നീട് അബ്രഹാമിൻ്റെ ശരീരം ക്ഷീണിക്കുന്നു, അതിൻ്റെ ശക്തി കുറയുന്നു, അതിൻ്റെ ബലം കുറയുന്നു, അതിൻ്റെ കഴിവ് കുറയുന്നു. ഇതൊന്നും അബ്രഹാമിനെ ക്ഷീണിപ്പിക്കുന്നില്ല, മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നില്ല. ഭാര്യയുടെ ശക്തി കുറയുന്നു, ഭാര്യയുടെ കഴിവ് കുറയുന്നു, ഭാര്യയുടേതായ സകല നൈസർഗികമായതെല്ലാം നഷ്ടപ്പെടുന്നു. ഇതൊന്നും അബ്രഹാമിനെ ബാധിക്കുന്നേയില്ല. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. വളരെ സവിശേഷതയേറിയൊരു വാക്യമാണത്. റോമാലേഖനം 4-ാം അധ്യായം 19-ാമത്തെ വാക്യം. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വവും ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. പ്രിയപ്പെട്ടവരെ, നിർജീവം, അതായത് അബ്രഹാമിനോട് സാഹചര്യം പറഞ്ഞുകൊണ്ടിരുന്നു, ചുറ്റുമുള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നു, അബ്രഹാമിൻ്റെ ശരീരം പറഞ്ഞുകൊണ്ടിരുന്നു, നോ ഹോപ്പ്, നോ ഹോപ്പ്, നോ ഹോപ്പ്, ഒരു പ്രതീക്ഷയും വേണ്ട എന്ന് ചുറ്റുപാടും അവൻ്റെ ശരീരവും അവൻ്റെ തന്നെ മനസ്സുമെല്ലാം അവനോട് പറഞ്ഞുകൊണ്ടിരുന്നു. നോ ഹോപ്പ്, നോ ഹോപ്പ്, നോ ഹോപ്പ്, നിർജീവത്വം. പക്ഷേ അബ്രഹാമിൻ്റെ ആത്മാവ് വളരെ സജീവമായിരുന്നു, ദൈവത്തോട് നല്ല ബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ വിശ്വാസം അകത്തേക്ക് ധാരാളം വന്നുകൊണ്ടിരുന്നു. ധാരാളം വിശ്വാസം ദൈവം അബ്രഹാമിന് കൊടുത്തുകൊണ്ടേയിരുന്നു. അക്കാലത്ത് ഒരു പക്ഷേ അബ്രഹാം ആഹാരത്തേക്കാൾ കൂടുതൽ വിശ്വാസമായിരിക്കണം ആഹാരമായി കഴിച്ചതെന്ന് വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിച്ചു പോകാം. കാരണം മനുഷ്യൻ നിരാശ കൊണ്ടുവന്നു, സാഹചര്യം നിരാശ കൊണ്ടുവന്നു. ദൈവം അബ്രഹാമിനെ വിശ്വാസത്തിലുറപ്പിച്ച് നിർത്തി. അങ്ങനെ ഒരു മകനുണ്ടായി, ഇസ്ഹാക്ക് ജനിച്ചു. ഞാൻ ഓർത്തു പോകാറുണ്ട്, ആ മകനെ കിട്ടി. അതിൻ്റെ ശേഷമാണ് അബ്രഹാമിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ ആ മകളുടെ ഉദാഹരണം നാം കാണുന്നത്. മകനെ കിട്ടിയതിന് ശേഷമാണ്. അബ്രഹാമിന് മകനെ കിട്ടി. ആ മകനെ കിട്ടിയതോടുകൂടെ ദൈവത്തോടുള്ള ബന്ധവും നിർത്തി. പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോയിരുന്നെങ്കിലോ, പഴയ ജീവിതത്തിലേക്ക് അബ്രഹാം മടങ്ങിപ്പോയിരുന്നെങ്കിലോ ദൈവം ഇസ്ഹാക്കിനെ യാഗം കഴിക്കണമെന്ന് പറയുമായിരുന്നു. പഴയ ദൈവത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഇസ്ഹാക്കിനെ യാഗം കഴിക്കണമെന്ന് ദൈവം അബ്രഹാമിനോട് പറയുമായിരുന്നു. അതിൻ്റെ ആവശ്യം വരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇല്ല, ആവശ്യം വരുമായിരുന്നില്ല, ദൈവം ചോദിക്കുമായിരുന്നില്ല. എന്നാൽ മകനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്രഹാമിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം വളർന്നു വന്നു. ദൈവരാജ്യം, നിത്യജീവൻ, ദൈവരാജ്യത്തിലെത്തണം, നിത്യജീവനിലെത്തണം. ദൈവമക്കളെ, ആ ലക്ഷ്യം മുമ്പിൽ വന്നതുകൊണ്ടാണ് അബ്രഹാം മകനെ കിട്ടിയപ്പോൾ അനുഗ്രഹം മേടിച്ച് മടങ്ങിപ്പോകാഞ്ഞത്. ഇന്ന് നമ്മളിൽ പലരും, അനുഗ്രഹം ചോദിച്ചു വരുന്ന പലരും നിത്യജീവൻ ലക്ഷ്യമാക്കാതെ അനുഗ്രഹം കിട്ടുമ്പോൾ ആത്മീയം ഉപേക്ഷിക്കുന്നത് കാണാം. അവർ പ്രതീക്ഷിച്ച അനുഗ്രഹം കിട്ടി, മക്കളുടെ ജോലി കിട്ടി, കുടുംബമുണ്ടായി, വീടുണ്ടായി, ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടായി. അപ്പോൾ ആത്മീയം ഉപേക്ഷിക്കുന്നതാണ് ഇന്നത്തെ പല കൂട്ടായ്മക്കാരുടെയും അവസ്ഥ. ഇന്നത്തെ പല രക്ഷിക്കപ്പെട്ട മക്കളുടെയും അവസ്ഥ അതാണ്. ഉദ്ദേശിച്ച അനുഗ്രഹം കൈ കിട്ടി കഴിയുമ്പോൾ ആത്മീയമായി തണുത്തു പോകുന്നു. അബ്രഹാം അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആത്മീയമായി പറക്കാൻ തുടങ്ങി. മകനെയാണ് ആദ്യം ആഗ്രഹിച്ചുള്ളൂ. പക്ഷേ ആ ദൈവത്തോടുള്ള ബന്ധം മനസ്സിലാക്കിയപ്പോൾ അബ്രഹാമിൻ്റെ ഉള്ളിൽ ഒരാഗ്രഹം, ഇനി എനിക്ക് ഈ ദൈവത്തോടു കൂടെ ജീവിക്കണം, എനിക്ക് ആ ദൈവത്തിൻ്റെ രാജ്യത്തെത്തണം. അതിനുള്ള വഴികളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല, യേശു വന്നിട്ടുണ്ടായിരുന്നില്ല, മരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അബ്രഹാം വിശ്വാസത്തോടെ കാത്തിരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ആത്മീയം എങ്ങനെ? ബ്ലസ് മീ ഗോഡ്, ബ്ലസ് മീ, ഗീവ് മീ ഗോഡ്. ഈ ആത്മീയമാണോ നിങ്ങൾക്ക് ആഗ്രഹം? അതോ നിത്യജീവനാണോ നിങ്ങൾക്ക് ആഗ്രഹം? അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, മരണത്താൽ മാറാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മാറാത്ത മകൾ സ്നേഹപ്രഭയാൽ പിരിയാബന്ധമാണിതു യുഗകാലം വരെയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. ദൈവമായുള്ള ബന്ധത്തിൽ മരിക്കുക,
ദൈവമായുള്ള ബന്ധത്തിൽ ജീവിക്കുക, ദൈവരാജ്യം പ്രാപിക്കുക. അനുഗ്രഹം കിട്ടുമ്പോൾ അനുഗ്രഹവും കൊണ്ട് ഒളിച്ചോടുന്ന മനുഷ്യനെ പോലെയല്ല. ഒരു മഹൽ സ്നേഹം, മരണത്താൽ മാറാത്ത പിരിയാബന്ധം. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. നിങ്ങൾ ആ പിരിയാബന്ധത്തിലേക്ക് കടന്നു വന്നു. യേശു നിങ്ങളുമായുള്ള ബന്ധം, യേശു നിങ്ങളുമായുള്ള സജീവമായ ബന്ധം, അതൊരു പിരിയാബന്ധമാണോ പ്രിയപ്പെട്ടവരെ? ലോകത്തിൽ പലതും നടക്കും, പലതും ലഭിക്കും, പലതും നടക്കാതെ പോകും. പക്ഷേ മരണത്തിനപ്പുറമുള്ളതായൊരു ജീവിതം, നിത്യജീവൻ, ദൈവരാജ്യം, അതിനായി നമുക്കൊരുങ്ങാം, നമുക്കതിനായി പ്രാർത്ഥിക്കാം. അത് നമുക്ക് തരാൻ വേണ്ടിയാണ് യേശു കുരിശിൽ മരിച്ചത്. ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. മരണത്തെ തോൽപ്പിച്ച് യേശു ഉയർത്തെഴുന്നേറ്റു. ഇന്ന് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശു ക്രിസ്തുവിൻ്റെ കയ്യിലാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അടിയങ്ങൾ നിത്യജീവൻ ആഗ്രഹിക്കുന്നു. അതിനേക്കാൾ ദൈവമേ വിലയുള്ളതൊന്നുമില്ല. സർവ്വലോകവും നേടി ആത്മാവ് നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് അത് പതിച്ചു പോകാൻ എനിക്കും എന്നോട് കൂടെയുള്ളവർക്കും എൻ്റെ കുടുംബത്തിനും ഇടയാകല്ലേ ദൈവമേ. ദൈവരാജ്യം തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ ഉത്തരം തരുമാറാകണമേ. ആമേൻ.